പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം RMS വെലോസിറ്റിയാണ്. RMS വെലോസിറ്റി പഠിക്കണമെങ്കിൽ നമുക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് അറിയണം. സോ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എക്സ്പ്ലെയിൻ ചെയ്ത് RMS വെലോസിറ്റി എന്താണെന്ന് നോക്കി നീറ്റിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. കൈനറ്റിക് തിയറി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. According to this theory, gas is a collection of large number of molecules and these molecules are perfectly elastic. So, ആദ്യത്തെ പോസ്റ്റുലേറ്റ് നിങ്ങൾക്ക് എല്ലാം അറിയാം. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ലാർജ് മോളിക്യൂൾസിൻ്റെ കളക്ഷനാണ്. ഈ മോളിക്യൂൾസ് എല്ലാം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ആൻഡ് ദീസ് മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ റാൻഡം മോഷൻ and during their collision they collide with each other and also with the walls of the containing vessel. അപ്പം നമുക്ക് നീറ്റിനെ സംബന്ധിച്ച് ഇവിടെ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അടുത്തതാണ്. കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ്. അപ്പോൾ ഈ പോയിന്റ് വളരെയധികം ശ്രദ്ധയോടെ ഓർത്ത് വെക്കണം. കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ദെൻ അടുത്ത ഇനി രണ്ട് പോയിന്റ്സ് കൂടെ ഉണ്ട്. Collisions are elastic and hence kinetic energy and total momentum of colliding molecules before collision is equal to that after collision, and then there is no force of attraction or repulsion between molecules. Last point, size of a molecule is negligible compared to the distance between the molecules. സോ കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ നമുക്ക് ഓർത്ത് വെച്ചിരിക്കേണ്ട പ്രധാന പോയിന്റ്, കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇനി നമുക്ക് RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ നോക്കാം. അതിനു മുന്നേ RMS വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനിലേക്ക് പോകാം. RMS വെലോസിറ്റി അതായത് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, RMS velocity of gas molecules, VRMS is equal to root of 3RT by M. ഈ ഫോർമുലയിൽ R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചർ ആണ്, അത് കെൽവിൻ സ്കെയിലിൽ തന്നെ ആയിരിക്കണം, അതായത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്, M മോളിക്കുലർ മാസ് ഓഫ് ഗ്യാസ്. ഇനി വേറൊരു ഫോർമുലയുണ്ട്, VRMS is equal to root of 3KT by M. ഇതിലെ K ബോൾട്സ്മാൻസ് കോൺസ്റ്റൻറ്റ്, T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, സ്മോൾ m മാസ് ഓഫ് ദി ഗ്യാസ് ആണ്, മാസ് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ, മാസ് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ. അപ്പോൾ ഇവിടെ നോക്കുക, രണ്ടാമത്തെ ഇക്വേഷനിൽ റൂട്ട് ഓഫ് 3KT by M, അതിൽ K എന്ന് പറയുന്നത് R/N ആണ്. Kക്ക് പകരം നമുക്ക് R/N യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ബൈ അവഗാഡ്രോ നമ്പർ, അതാണ് K. അപ്പോൾ അവിടെ നോക്ക്, നിങ്ങൾ Kക്ക് R/N ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൊട്ട് മുകളിലത്തെ ഇക്വേഷനിൽ 3RT എന്നാവും. താഴെ എന്തുവരും? N ഇൻറ്റു സ്മോൾ എം. N ഇൻറ്റു സ്മോൾ എം ആണ് മോളിക്കുലർ മാസ്, അതായത് മാസ് ഓഫ് എ മോളിക്യൂൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ എടുക്കുമ്പോൾ മോളിക്കുലർ മാസ് കിട്ടുന്നു. ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വയ്ക്കുക. RMS വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3RT by M ഓർ 3KT by സ്മോൾ ലെറ്റർ m. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2019 നീറ്റിന് ചോദിച്ചതാണ്. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഫിൽഡ് ഇൻ എ കണ്ടെയ്നർ വുഡ് ലീഡ് ടു, ഓപ്ഷൻസ് ഉണ്ട്, ഡിക്രീസ് ഇൻ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ്, ഇൻക്രീസ് ഇൻ ഇറ്റ്സ് മാസ്, ഇൻക്രീസ് ഇൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി, ഡിക്രീസ് ഇൻ ഇറ്റ്സ് പ്രഷർ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇൻക്രീസ് ഇൻ ഇറ്റ്സ് കൈനറ്റിക് എനർജിയാണ് ആൻസർ. കാരണം ടെമ്പറേച്ചറും കൈനറ്റിക് എനർജിയും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. അപ്പോൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ദി RMS സ്പീഡ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ ബിക്കംസ് ജസ്റ്റ് സഫീഷ്യൻറ്റ് ഫോർ എസ്കേപ്പിംഗ് ഫ്രം എർത്ത്സ് അറ്റ്മോസ്ഫിയർ. ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് ടെമ്പറേച്ചറിലാണ് ഓക്സിജൻ്റെ RMS സ്പീഡ് എർത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനുള്ള എസ്കേപ്പ് വെലോസിറ്റിക്ക് ഈക്വൽ ആകുന്നത്? ഈ ക്വസ്റ്റ്യനിൽ
നമുക്ക് മാസ് ഓഫ് ഓക്സിജൻ തന്നിട്ടുണ്ട് 2.76 × 10⁻23 കിലോഗ്രാം. ബോൾട്സ്മാൻസ് കോൺസ്റ്റൻറ്റും തന്നിട്ടുണ്ട്. ഇനി ഏത് ടെമ്പറേച്ചറിലാണ് ഓക്സിജൻ്റെ RMS സ്പീഡ് എസ്കേപ്പ് വെലോസിറ്റിക്ക് ഈക്വലായിട്ട് ഓക്സിജനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം എർത്ത് സർഫസ് നിങ്ങൾക്കറിയാം 11.2 km/s ആണ്. മീറ്റർ/സെക്കൻഡിൽ ആക്കി ഞാൻ എഴുതിയിരിക്കുകയാണ്. ഓക്കെ, 11,200 m/s. അപ്പോൾ ഈ വെലോസിറ്റി ആകണം RMS വെലോസിറ്റി, എങ്കിൽ ഓക്സിജനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ആ ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. RMS വെലോസിറ്റിയുടെ ഫോർമുല ഇവിടെ ബോൾട്സ്മാൻസ് കോൺസ്റ്റൻറ്റും മാസുമാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് എടുക്കേണ്ട ഫോർമുല 3kT/m. ഈ രണ്ട് വെലോസിറ്റിയും ഈക്വൽ ആവുന്ന ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിളാണ്. √3kT/m = 11,200 എന്ന് കൊടുക്കുക. ഇനി T ആണ് വേണ്ടത്. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യാം. 3kT/m = ഇത് ഇവിടെ റൈറ്റ് സൈഡിൽ സ്ക്വയർ എഴുതി. സോ T = 11,200 സ്ക്വയർ ഇൻറ്റു മാസ് ഓഫ് ഓക്സിജൻ 2.76 × 10⁻26 ഡിവൈഡഡ് ബൈ m ഇൻറ്റു ആണ് ചെയ്തിരിക്കുന്നത് 3 ഇൻറ്റു കെയുടെ വാല്യൂ 1.38 × 10⁻23. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. 1.38 × 2 ചെയ്യുമ്പോഴാണ് 2.76 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ സോൾവ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ 8.3 × 10⁻4 കെൽവിൻ എന്ന് കിട്ടുന്നു. Next question. The molecules of a given mass of a gas have RMS velocity 200 m/s at 27 degrees Celsius and 1.0 × 10⁵ Nm/m² pressure. When the temperature and pressure of the gas are respectively 127 degrees Celsius and 0.05 × 10⁵ Nm/m², the RMS velocity of its molecules in meter/s is. ഇപ്പോൾ 2016 നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ RMS വെലോസിറ്റി 27 ഡിഗ്രി സെൽഷ്യസിലെ തന്നിട്ടുണ്ട്, 200 m/s. പ്രഷറും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 127 ഡിഗ്രി സെൽഷ്യസിലെ RMS വെലോസിറ്റി ആണ്. ഇതും വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യനിൽ 27 ഡിഗ്രി സെൽഷ്യസിലെ RMS സ്പീഡ് തന്നിട്ടുണ്ട് 200 m/s. പ്രഷർ തന്നിട്ടുണ്ട് 1.0 × 10⁵ Nm/m². ഇനി 127 ഡിഗ്രി സെൽഷ്യസിലെ RMS സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം RMS സ്പീഡിൻ്റെ ഫോർമുല എന്താണ്? VRMS = √3kT/m അല്ലെങ്കിൽ √3RT/m. രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്താലും RMS സ്പീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √absolute temperature. അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് RMS സ്പീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ട് ടെമ്പറേച്ചറിലെ RMS സ്പീഡ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് വേണ്ടത്. 27 ഡിഗ്രിയിൽ തന്നിട്ടുണ്ട്, 127 നമുക്ക് കണ്ടുപിടിക്കണം. സോ VRMS ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √absolute temperature. മാസ് സെയിം ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഇവിടെ നോക്കുക, VRMS 1 ബൈ VRMS 2 അല്ലെങ്കിൽ VRMS രണ്ട് ടെമ്പറേച്ചറിലെ, ഇപ്പോൾ 127 ബൈ VRMS 27 is equal to √127 RMS velocity is proportional to ടെമ്പറേച്ചർ 127 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് മാറ്റി കെൽവിനിലാക്കാൻ വേണ്ടി 127 + 273 എന്ന് കൊടുക്കുക. താഴെ എന്ത് കൊടുക്കാം? 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 27 + 273
അപ്പോൾ ഈ സ്റ്റെപ്പ് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? വി ആർ എം എസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. സോ വി ആർ എം എസ് 127 ഡിഗ്രി സെൽഷ്യസിൻ്റെത് √127 പ്ലസ് 273 അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. 27 ഡിഗ്രിയുടേത് 27 പ്ലസ് 273. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 127 ആണ്. ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു 273 പ്ലസ് 127 400 ബൈ 300. √400 ബൈ 300. 400 സീറോസ് ക്യാൻസൽ ചെയ്താൽ √4/3 ദാറ്റ് ഈസ് 2/√3 എന്ന് കിട്ടുന്നു. ഇനി V127 ഡിഗ്രി സെൽഷ്യസിലെ RMS സ്പീഡ് ഇസ് ഈക്വൽ ടു, ഇത് റൈറ്റിലേക്ക് പോകുന്നു, V27 ഇൻറ്റു 2/√3. V27 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 200 എന്നാണ് തന്നിരുന്നത്. സോ 200 ഇൻറ്റു 2/√3. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 400/√3 മീറ്റർ പെർ സെക്കൻഡ് എന്ന ആൻസർ കിട്ടുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ഏറ്റവും ഓർത്തിരിക്കേണ്ട ഫോർമുല RMS വെലോസിറ്റി ഈസ് ഈക്വൽ ടു √3RT/m, അതല്ലെങ്കിൽ √3KT/m. അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വേറൊരു വിഷയമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.